ക്ലോണിംഗ് വെക്ടറിന് വേണ്ട മൂന്നാമത്തെ സവിശേഷതയാണ് അഥവാ ഫീച്ചറാണ് ക്ലോണിംഗ് സൈറ്റ്. സോ ORI പറഞ്ഞു, അതുപോലെ സെലക്റ്റബിൾ മാർക്കർ പറഞ്ഞു. ഇനി വേണ്ടത് മൂന്നാമത്തെ ഫീച്ചറാണ് ക്ലോണിംഗ് സൈറ്റ്. സോ ഒരു ക്ലോണിംഗ് വെക്ടറിൽ വേണ്ട ക്ലോണിംഗ് സൈറ്റുകളെ കുറിച്ചാണ് ഇനി പറയുന്നത്. സോ ക്ലോണിംഗ് സൈറ്റ് എന്ന് പറയുന്നത് എന്താ? ടു ലിങ്ക് ദ ഏലിയൻ DNA, നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പോകുന്ന, ലിങ്ക് ചെയ്യാൻ പോകുന്ന ഒരു പീസ് ഓഫ് DNA, ഒരു ഫോറിൻ DNA, ടു ലിങ്ക് ദ ഏലിയൻ DNA ഇൻ എ വെക്ടർ. സോ ഒരു വെക്ടറിൽ, അതായത് ഒരു ക്ലോണിംഗ് വെക്ടറിൽ നമ്മളൊരു പീസ് ഓഫ് DNA ലിങ്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇറ്റ് ഷുഡ് ഹാവ് വെരി ഫ്യൂ, വളരെ കുറച്ച്, പ്രിഫറബിളി ഏറ്റവും പ്രിഫർ ചെയ്താണ് സിംഗിൾ റെക്കഗ്നേഷൻ സൈറ്റ് ഫോർ റെസ്ട്രിക്ഷൻ എൻസൈം. സോ ഒരു ക്ലോണിംഗ് വെക്ടറിൽ വളരെ കുറച്ചോ, ഏറ്റവും നല്ലത് ഒരു റെക്കഗ്നേഷൻ സൈറ്റ്, ഒരു പെർട്ടിക്കുലർ റെസ്ട്രിക്ഷൻ എൻസൈമിന് ഒരു റെക്കഗ്നേഷൻ സൈറ്റേ ഉണ്ടാകാൻ പാടുള്ളതുള്ളൂ ഒരു ക്ലോണിംഗ് വെക്ടറിൽ. അതിനെയാണ് നമ്മൾ ക്ലോണിംഗ് സൈറ്റ്. നമ്മൾ ഏത് റെസ്ട്രിക്ഷൻ എൻസൈം വെച്ചാണോ ആ വെക്ടറിൽ റെസ്ട്രിക്ഷൻ നടത്താൻ പോകുന്നത്, ആ റെക്കഗ്നേഷൻ സീക്വൻസ് ഒരെണ്ണേ പാടുള്ളൂ. സോ ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു റെക്കഗ്നേഷൻ സീക്വൻസേ ഒരു ക്ലോണിംഗ് വെക്ടറിൽ ഉണ്ടാവാൻ പാടുള്ളൂ. വളരെ പ്രിഫറബിളി വളരെ കുറച്ച്, ഏറ്റവും നല്ലത് എന്താണ്? ഒരെണ്ണം മാത്രം, ഒരു റെക്കഗ്നേഷൻ സൈറ്റ് മാത്രം ആ പെർട്ടിക്കുലർ റെസ്ട്രിക്ഷൻ എൻസൈമിന് ഉണ്ടാകാൻ പാടുള്ളതുള്ളൂ ഒരു ക്ലോണിംഗ് സൈറ്റിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫോറിൻ പീസ് ഓഫ് DNA ആ ക്ലോണിംഗ് വെക്ടറിൽ ലൈഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ റെസ്ട്രിക്ഷൻ എൻസൈമിലുള്ള ആ പെർട്ടിക്കുലർ റെക്കഗ്നേഷൻ, സിംഗിൾ റെക്കഗ്നേഷൻ സൈറ്റിൽ പോയിട്ട് അത് കട്ട് ചെയ്തോളും. സോ പ്രസൻസ് ഓഫ് മോർ ദാൻ വൺ റെക്കഗ്നേഷൻ സൈറ്റ്. ഇനി ഒന്നിലധികം റെക്കഗ്നേഷൻ സൈറ്റ് അല്ലെങ്കിൽ ക്ലോണിംഗ് സൈറ്റുകൾ നമ്മുടെ വെക്ടറിൽ അല്ലെങ്കിൽ ക്ലോണിംഗ് വെക്ടറിൽ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സോ പ്രസൻസ് ഓഫ് മോർ ദാൻ വൺ റെക്കഗ്നേഷൻ സൈറ്റ് വിത്തിൻ ദ വെക്ടർ, ക്ലോണിംഗ് വെക്ടറിൽ ഒന്നിലധികം റെക്കഗ്നേഷൻ സൈറ്റ് ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിന് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ജനറേറ്റ് സെവറൽ ഫ്രാഗ്മെൻറ്റ്. ആ ക്ലോണിംഗ് വെക്ടറിൽ ഒരുപാട് ഫ്രാഗ്മെൻറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിന് ഒന്നിലധികം റെക്കഗ്നേഷൻ സൈറ്റുകൾ ആ ക്ലോണിംഗ് വെക്ടറിലുണ്ടെങ്കിൽ ഒന്നിലധികം സെവറൽ അല്ലെങ്കിൽ സെവറൽ ഫ്രാഗ്മെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യും. ദാറ്റ് വിൽ കോംപ്ലിക്കേറ്റ് ദ പ്രോസസ് കോൾഡ് ജീൻ ക്ലോണിങ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ജീൻ ക്ലോണിങ് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആവും. അതുകൊണ്ട് തന്നെ ആ ക്ലോണിങ് സൈറ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ റെക്കഗ്നേഷൻ സൈറ്റ് ആയിരിക്കണം ഒരു ക്ലോണിംഗ് വെക്ടറിൽ. ഒരു പെർട്ടിക്കുലർ റെസ്ട്രിക്ഷൻ എൻസൈമിന് ഒരു റെക്കഗ്നേഷൻ സൈറ്റാണ് ഏറ്റവും കൂടുതൽ പ്രിഫറബിൾ ഒരു ക്ലോണിംഗ് വെക്ടറിൽ. അതായിരിക്കണം അതിൻ്റെ ഒരു ക്ലോണിംഗ് സൈറ്റ് ഉണ്ടായാൽ മതി. അങ്ങനെയാണെങ്കിൽ ഒറ്റ ഫ്രാഗ്മെൻറ്റേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഒന്നിലധികം റെക്കഗ്നേഷൻ സൈറ്റ് ആ ക്ലോണിംഗ് വെക്ടറിൽ ക്ലോണിംഗ് സൈറ്റായിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഒരുപാട് ഫ്രാഗ്മെൻറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് ജീൻ ക്ലോണിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സിനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റുകയും ചെയ്യും. സോ ലൈഗേഷൻ ഓഫ് ഏലിയൻ DNA, ഒരു ഫോറിൻ DNA നമ്മൾ ലൈഗേറ്റ് ചെയ്യണമെങ്കിൽ carried out at a restriction site, റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് കട്ട് ചെയ്യുന്ന സൈറ്റാണ് നമ്മൾ റെസ്ട്രിക്ഷൻ സൈറ്റ് എന്ന് പറയുന്നത്. സോ ഒരു ഫോറിൻ DNA നമ്മളൊരു റെസ്ട്രിക്ഷൻ സൈറ്റിൽ വെച്ചിട്ട് ക്യാരി ആണെങ്കിൽ പ്രസൻറ്റ് ഇൻ വൺ ഓഫ് ദ ടു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ. സോ നമ്മൾക്ക് പറയുന്നത് നമ്മൾക്ക് രണ്ട് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനുകളുള്ള ഒരു വെക്ടർ ആണെങ്കിൽ ഒന്നോ അതിലധികം എത്ര, ഫോർ എക്സാമ്പിൾ രണ്ട് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനുകളുള്ള ഒരു വെക്ടർ ആണെങ്കിൽ, അതാണ് ഇൻ വൺ ഓഫ് ദ ടു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്, ഇങ്ങനെ രണ്ട് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനുകളുള്ള ഒരു വെക്ടർ ആണെങ്കിൽ അതിൽ ഒരു പെർട്ടിക്കുലർ റെസ്ട്രിക്ഷൻ സൈറ്റിലായിരിക്കും നമ്മൾ ഒരു DNA ലൈഗേറ്റ് ചെയ്യുക. അതാണ് ലൈഗേഷൻ ഓഫ് ഫോറിൻ DNA അഥവാ ഏലിയൻ DNA ക്യാരിഡ് ഔട്ട് എങ്ങനെയാണ്? അറ്റ് എ റെസ്ട്രിക്ഷൻ സൈറ്റ്. ഒരു റെസ്ട്രിക്ഷൻ സൈറ്റിൽ മാത്രമേ ആ DNA നമ്മൾ ലൈഗേറ്റ് ചെയ്യുള്ളൂ. ഏത് റെസ്ട്രിക്ഷൻ സൈറ്റ്? പ്രസൻറ്റ് ഇൻ വൺ ഓഫ് ദ ടു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ. രണ്ട് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനുകളിൽ ഏതെങ്കിലും ഒന്നിലും മാത്രമേ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഇതിനെ ഫോറിൻ DNA നമ്മൾ അല്ലെങ്കിൽ ഏലിയൻ DNA ലൈഗേറ്റ് ചെയ്യുകയുള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സോ ലൈഗേറ്റ് എ ഫോറിൻ DNA at BARB H1 site.
BAM-H1 എന്ന് പറഞ്ഞാൽ ഒരു റെസ്ട്രിക്ഷൻ എൻസൈമാണ്. സോ BAM-H1നെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു സൈറ്റ് ഒരു വെക്ടറിൽ ഉണ്ടെന്ന് വിചാരിക്കുക. സോ ലൈഗേറ്റ് ഫോറിൻ DNA, ഒരു ഫോറിൻ DNA-നെ ഈ BAM-H1 എന്ന് പറഞ്ഞ റെസ്ട്രിക്ഷൻ എൻസൈമിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ആ സൈറ്റിൽ നമ്മൾ ഒരു ഫോറിൻ DNA-നെ ലൈഗേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ BAM-H1 എന്ന് പറഞ്ഞ റെസ്ട്രിക്ഷൻ എൻസൈം റെക്കഗ്നൈസ് ചെയ്യുന്ന ആ സൈറ്റിൽ വേറൊരു എബിലിറ്റിയും കൂടിയുണ്ട്, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ. ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ. സോ ആ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീനും BAM-H1 എന്ന് പറഞ്ഞ റെസ്ട്രിക്ഷൻ എൻസൈമും ഉള്ള ആ ഒരു വെക്ടറാണ് നമ്മൾ പറയുന്നത് PBr322. PBr322. സോ PBr322 എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പേരാണ്, പ്ലാസ്മിഡിൻ്റെ ഒരു പേരാണ്, പ്ലാസ്മിഡ് വെക്ടറിൻ്റെ ഒരു പേരാണ്. സോ പി എന്ന് പറഞ്ഞത് പ്ലാസ്മിഡ്, BR എന്ന് പറഞ്ഞാൽ അത് ഇൻവെൻറ്റ് ചെയ്ത ആൾക്കാരുടെ പേരാണ്. സോ PBr322 എന്ന് പറഞ്ഞ ആ പ്ലാസ്മിഡിൻ്റെ പ്രത്യേകത അതിൽ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ജീനുണ്ട്, അതിൽ ഒരു BAM-H1 ഇതിലധികം കൂടുതൽ ക്ലോണിങ് സൈറ്റുകളുണ്ട്. സോ BAM-H1 എന്ന് പറഞ്ഞ സ്പെസിഫിക് റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ റെക്കഗ്നേഷൻ സീക്വൻസും അതിൻ്റെ അപ്പുറത്ത് തന്നെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീനും എൻകോഡ് ചെയ്യുന്നുണ്ട്. സോ ആ പ്ലേസിൽ നമ്മളൊരു ഫോറിൻ DNA-നെ ലൈഗേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? സോ ഫോറിൻ DNA-നെ BAM-H1 എന്ന് പറഞ്ഞ റെക്കഗ്നേഷൻ സീക്വൻസ് ഉള്ള റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ റെക്കഗ്നേഷൻ സീക്വൻസ് ഉള്ള ഈ PBr322ൻ്റെ സൈറ്റിലേക്ക് ഒരു ഫോറിൻ DNA-നെ ലൈഗേറ്റ് ചെയ്യുന്നു. അവിടെ തന്നെ വേറൊരു എബിലിറ്റി ഉണ്ട്, എന്താ? ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ എന്ന് പറഞ്ഞ എബിലിറ്റിയും ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? റീകോമ്പിനൻറ്റ് പ്ലാസ്മിഡ് ഇത് കഴിഞ്ഞ് റീകോമ്പിനേഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആ DNA-നെ ഇവിടെ ഇൻസേർട്ട് ചെയ്ത് ഏത് BAM-H1 എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പോൾ റീകോമ്പിനൻ്റ് ആയിട്ട് മാറി. സോ ആ റീകോമ്പിനൻ്റ് പ്ലാസ്മിഡ് ഈ വെക്ടർ എന്തായി മാറി? റീകോമ്പിനൻ്റ് പ്ലാസ്മിഡ് ആയി. റീകോമ്പിനൻ്റ് പ്ലാസ്മിഡ് വിൽ ലൂസ് ദ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ബിക്കോസ് ഈ BAM-H1 സൈറ്റിൻ്റെ അപ്പുറത്ത് തന്നെ അതിന് വേറൊരു എബിലിറ്റി ഉണ്ട്, ഏതാണ്? ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ്. സോ BAM-H1-ൽ നമ്മളൊരു ഫോറിൻ DNA-നെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ലൈഗേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ വെക്ടറിൻ്റെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ എബിലിറ്റി നഷ്ടപ്പെടുന്നു. അതാണ് റീകോമ്പിനൻ്റ് ആയിട്ടുള്ള പ്ലാസ്മിഡുകൾ നമ്മളെങ്ങനെ തിരിച്ചാണ്? വിൽ ലൂസ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ്. സോ നമ്മളിവിടെ പറയുന്ന മൂന്നാമത്തെ ഫീച്ചറാണ് ക്ലോണിങ് സൈറ്റ്. സോ ഒരു വെക്ടറിൽ, ഒരു ക്ലോണിങ് വെക്ടറിൽ പ്രിഫറബിളി വെരി ഫ്യൂ അല്ലെങ്കിൽ ഒരു റെക്കഗ്നേഷൻ സീക്വൻസേ ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിന് ഉണ്ടാകാൻ പാടുള്ളതുള്ളൂ. അതിൽ കൂടുതലുണ്ടെങ്കിൽ ഒരുപാട് ഫ്രാഗ്മെൻറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്ത് അത് ജീൻ ക്ലോണിങ് എന്ന് പറഞ്ഞ പ്രോസസ്സിനെ ഒരുപാട് ഹൈലി കോംപ്ലിക്കേറ്റ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഫോറിൻ പീസ് ഓഫ് DNA-നെ നമ്മൾ ഒരു പെർട്ടിക്കുലർ റെസ്ട്രിക്ഷൻ സൈറ്റിൽ നമ്മൾ ലൈഗേറ്റ് ചെയ്യും. എങ്ങനെയാണ്? 2 ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉള്ള ജീനുകളിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ ലൈഗേറ്റ് ചെയ്യും. അതിൽ എക്സാമ്പിളാണ് പറഞ്ഞ് നമ്മളൊരു ഫോറിൻ DNA-നെ പ്ലാസ്മിഡ് വെക്ടറായ PBr322 എന്ന് പറഞ്ഞ ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ചെയ്ത ആ വെക്ടറിൽ നമ്മൾ ഒരു ഫോറിൻ DNA-നെ ലൈഗേറ്റ് ചെയ്യുന്നു. എവിടെയാണ് അതിൻ്റെ ഈ വെക്ടറിൻ്റെ? BAM-H1 എന്ന് പറഞ്ഞ സൈറ്റിലാണ് ലൈഗേറ്റ് ചെയ്യുന്നത്. പക്ഷേ ആ BAM-H1ൻ്റെ ഇപ്പുറത്ത് വേറൊരു എബിലിറ്റി കൂടിയുണ്ട്, ടെട്രാസൈക്ലിൻ. സോ നമ്മുടെ ഫോറിൻ DNA BAM-H1 എന്ന് പറഞ്ഞ സൈറ്റിൽ ഇൻസേർട്ടഡ് ആകുമ്പോൾ അല്ലെങ്കിൽ ലൈഗേറ്റ് ആകുമ്പോൾ അതിൻ്റെ കൂടെയുള്ള ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ എബിലിറ്റി നഷ്ടപ്പെട്ട് അവിടെ കിട്ടുന്ന റീകോമ്പിനൻ്റ് പ്ലാസ്മിഡുകൾക്ക് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ഇല്ലാത്ത ഒരു റീകോമ്പിനൻ്റ് പ്ലാസ്മിഡായിട്ട് മാറുകയും ചെയ്യുന്നു.